പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സുപ്പീരിയർ അച്ഛ, ജോൺസൺ അച്ഛ, ഫ്രാൻസൻ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മേഴ്സി ചേച്ചി, അമൽ, മഹിമ, തൊമ്മൻ, പ്രിയപ്പെട്ട മറ്റ് ബന്ധുമിത്രാദികളെ, സഹോദരരെ, എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇനി സണ്ണിച്ചേട്ടനെ കുറിച്ച് പറയരുത്. കാരണം അച്ഛന് അത് പറയുമ്പോൾ സന്തോഷമാണ്, പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ശുഭരാത്രി വചന ശുശ്രൂഷയിലും അതുപോലെ ചൊവ്വാഴ്ച അടക്കിനും വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിലുമെല്ലാം നമ്മൾ സണ്ണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എന്ത് പറയണം എന്ന് നോക്കുമ്പോൾ ബാക്കിയുണ്ടോ എന്ന് ഒരു സംശയമില്ല. മനോജ് പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം. മനോജ് പറഞ്ഞു, എഴുതാനാണെങ്കിൽ പുസ്തകങ്ങൾ, അല്ലേ മനോജ്? എത്ര പുസ്തകങ്ങൾ എഴുതിയാലും തീരാത്ത ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ, നല്ല ഓർമ്മകൾ, പങ്കുവയ്ക്കാൻ പറ്റുന്ന വിശുദ്ധമായ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സണ്ണിച്ചേട്ടൻ കടന്നുപോയത്. ജോൺസൺ അച്ഛൻ ആ വിലയിൽ എത്തിയിട്ട് ഒരു 20 ദിവസങ്ങൾ ആകുന്നുള്ളൂ. 20 ദിവസങ്ങളിൽ ഒരു 15 ദിവസം സണ്ണിച്ചേട്ടനുമായിട്ടുള്ള ബന്ധമാണ് ജോൺസൺ അച്ഛനുള്ളത്. 15-20 ദിവസം. ജോൺസൺ അച്ഛനും ഒരു പ്രസംഗം പറയാനുള്ള മാറ്റർ ജോൺസൺ അച്ഛൻ്റെ മനസ്സിലുണ്ട്. സുപ്പീരിയർ അച്ഛൻ എത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ, ഒരു 50-40 ദിവസമായിട്ടുള്ളൂ. സുപ്പീരിയർ അച്ഛൻ്റെ മനസ്സിലും ഒരു പ്രസംഗം പറയാനുള്ള അത്രയും കാര്യങ്ങൾ സണ്ണിച്ചേട്ടനെ കുറിച്ച് മനസ്സിലുണ്ട്. ഫ്രാൻസൻ അച്ഛന് കുറച്ചുകൂടെ നേരത്തെ അറിയാം. 2021 അല്ല, അതിനു മുൻപ് തന്നെ ഫ്രാൻസൻ അച്ഛന് സണ്ണിച്ചേട്ടൻ അറിയാം. അച്ഛൻ്റെ കൂടെ എപ്പോഴും വീട്ടിൽ വരികയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്നവർ വഴി ഫ്രാൻസൻ അച്ഛന് വളരെ 8-9 വർഷത്തെ പരിചയമുണ്ട്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ വയനാട്ടിൽ ധ്യാനത്തിന് പോയപ്പോൾ, ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ധ്യാനത്തിന് ചെന്നപ്പോൾ ഫ്രാൻസൻ അച്ഛൻ്റെ ജീപ്പ് അതൊരിത്തിരി മോശം കണ്ടീഷനാണെന്ന് കണ്ടപ്പോൾ, സണ്ണിച്ചേട്ടൻ്റെ പൊതുവായ ജീവിതത്തെ ഒന്നുകൂടി ഓർത്തെടുക്കുമ്പോൾ ഒരു കാര്യം, എല്ലാവരെക്കുറിച്ചും കരുതലുള്ള സണ്ണിച്ചേട്ടനെ കുറിച്ച് പറയുന്നതിനൊരു ഉദാഹരണം പറയുന്നു എന്നാണ്. ഫ്രാൻസൻ അച്ഛൻ്റെ ജീപ്പ്, എസ്റ്റേറ്റിൽ ഓടുന്ന ജീപ്പ് ഇത്തിരി മോശം കണ്ടീഷനാണെന്ന് കണ്ടപ്പോൾ സണ്ണിച്ചേട്ടൻ തന്നെ ഫ്രാൻസൻ അച്ഛനോട് പറയുകയാണ്, ഇത് നമുക്ക് ശരിയാക്കി എടുക്കണം. അവിടുത്തെ എസ്റ്റേറ്റിൽ ജീപ്പ് നമുക്ക് നന്നാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇത് നന്നാക്കി എടുക്കണം, അത് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇവിടെ നിന്ന് ബസ് കയറി വയനാട്ടിൽ ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ആ വണ്ടി പുത്തൻ വണ്ടി പോലെയാക്കി പണിയൊക്കെ എല്ലാം നോക്കി എടുപ്പിച്ച് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് തിരിച്ച് ബസ്സിൽ മടങ്ങി പോരുകയാണ്. പ്രിയപ്പെട്ടവരെ, സണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് അവിടുത്തെ ജീപ്പിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട പോലും കാര്യമില്ല. അച്ഛൻ ചിന്തിക്കാൻ പോയിട്ട് ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തയും വരില്ല. പക്ഷേ ഓരോ കാര്യത്തിൽ അച്ഛൻ ഓർക്കുന്നുണ്ട്, ഒറീസയിൽ ഞങ്ങൾ കൺവെൻഷൻ നടത്താൻ പോയപ്പോൾ ഒരു പള്ളിയിൽ ഇതുപോലെ ഒരു വാഹനം, ഒരു ദിവസം സണ്ണിച്ചേട്ടനെ കാണാനില്ല. നോക്കി കഴിയുമ്പോൾ സണ്ണിച്ചേട്ടൻ വണ്ടിയുടെ അടിയിൽ കിടന്ന് അതിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുക.
ഇതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഓരോരുത്തരുടെ കാര്യത്തിലും അവരുടെ കുടുംബ അംഗത്തെ പോലെ. ഇന്നലെ അച്ഛന് ഒന്നിലധികം സന്ദേശങ്ങൾ ഒറിയ ഭാഷയിൽ സണ്ണിച്ചേട്ടൻ മരിച്ചത് അവർ അറിഞ്ഞതിന് ശേഷം പറഞ്ഞു വരുന്നുള്ളൂ പലരും. അച്ഛന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സണ്ണിച്ചേട്ടൻ്റെ വിയോഗത്തിൽ വിഷമിക്കുന്നു, സണ്ണിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സന്ദേശങ്ങൾ ഒറീസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുകയാണ്, എത്ര സ്നേഹത്തോടുകൂടെയാണ്, ഭാഷ അറിഞ്ഞുകൂടെങ്കിലും എത്ര കരുതലോടുകൂടെയാണ് ഞങ്ങളോടൊക്കെ ഇടപെട്ടത് എന്ന്. അങ്ങനെ ഇടപെട്ട എല്ലാവർക്കും ഒത്തിരിയേറെ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുണ്ട്. ഇനി അച്ഛൻ ആ ഓർമ്മകളിലേക്ക് കിടക്കുന്നില്ല. അച്ഛന് കടക്കാനുള്ളത് എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ കുറേ ഓർത്തിരുന്നു കൊണ്ട്, ഓർമ്മകൾ പങ്കുവെച്ചത് കൊണ്ടായില്ല. നമ്മൾ സണ്ണിച്ചേട്ടൻ തുടങ്ങി വെച്ച ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തുടർന്നു പോകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ഓർമ്മയാചരണത്തിന് വിലയുണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തെ നമ്മൾ പുനരാവിഷ്കരിക്കുക എന്ന് പറയും. അപ്പോൾ അതാണ് അർത്ഥമുള്ള. ഈശോയെക്കുറിച്ച് ഓർക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഈശോയെ പോലെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാകുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, സണ്ണിച്ചേട്ടന്റെ മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. മരണം നമ്മെയും ഏത് നിമിഷവും തേടിയെത്താവും. ഇന്ന് നമ്മൾ വളരെ ആരോഗ്യത്തോടുകൂടെ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് നിമിഷവും മരണം നമ്മെ തേടിയെത്താമെന്നൊരു ചിന്ത നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. മരണത്തിനു വേണ്ടി ഒരുങ്ങി ജീവിക്കുക എന്ന് പറയാറുണ്ട്. ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണെങ്കിൽ നമ്മൾ ഈ ദിവസത്തെ എങ്ങനെ ക്രമപ്പെടുത്തും എന്നൊരു ചോദ്യമുണ്ട്. നാളെ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ദിവസം ഞാൻ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? തീർച്ചയായും നമ്മൾ അലസരായിരിക്കുകയില്ല. തീർച്ചയായും നമ്മൾ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിലേക്ക് വഴുതിപ്പോവുകയില്ല. തീർച്ചയായും നമ്മൾ മറ്റുള്ളവരോട് വഴക്കുകൂടാൻ പോവുകയില്ല. തീർച്ചയായും നമ്മൾ ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും കൂടുതലായി വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി പരക്കം പായുകയില്ല. പകരം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? സ്വർഗത്തിൽ എനിക്കൊരിടം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കും. സ്വർഗത്തിൽ ഒരു പ്രതിഫലം തരുന്ന ആ പിതാവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ വിചാരിക്കും, ഒന്ന് കുമ്പസാരിച്ചേക്കാം, എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറയും. എനിക്കൊന്ന് പള്ളിയിൽ പോകണമെന്ന് പറയും, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ചെന്ന് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും. ആരോടെങ്കിലും മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം എന്ന് പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പരിശ്രമിക്കും. അങ്ങനെ എല്ലാ കണക്കും തയ്യാറാക്കി വെച്ച് നമ്മൾ ഒരുങ്ങിയിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, സണ്ണിച്ചേട്ടൻ കടന്നു പോകുന്നത് ആകസ്മികമായി കടന്നുപോയി എന്ന് നമ്മൾ പറയുമ്പോഴും ദൈവത്തിൻ്റെ ശബ്ദധാരാവലിയിൽ, ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ ആകസ്മികം എന്ന വാക്കില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിന് ഒന്നും ആകസ്മികമല്ല, പെട്ടെന്നല്ല, ആക്സിഡന്റൽ അല്ല. ദൈവത്തിന് എല്ലാം തൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്കാണ് അത് ആകസ്മികമായി മാറിയത്.
നമുക്കാണ് അത് ആകസ്മികമായത്. പക്ഷെ ദൈവത്തിന് ആകസ്മികമല്ല, ദൈവത്തിന് അത് പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പദ്ധതികളോട് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ച് ജീവിക്കുമ്പോൾ ഒരു പെട്ടെന്നുള്ള മരണമെന്ന് നമ്മൾ പറയുന്നത് പോലും ഒരു പദ്ധതി, അത് പ്ലാനായിരുന്നു, പ്ലാൻഡ് ആയിരുന്നു എന്ന് പറയാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സണ്ണിച്ചേട്ടന്റെ മരണത്തിൽ നിന്നുള്ള ഒരു ഒന്നാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സന്ദേശം സ്വീകരിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുക എന്ന അതിനെ പറയുന്ന വാക്കാണ് ജാഗരൂകത എന്ന്. ഈശോ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് ജാഗരൂകതയോടുകൂടെ ജീവിക്കുക, ജാഗ്രതയുള്ള മനുഷ്യനെ പോലെ ജീവിക്കുക. നമ്മൾ യജമാനൻ ഏത് നിമിഷം വരുമെന്ന് അറിയാത്ത കാര്യസ്ഥൻ, അവൻ ഏത് സമയം വന്നാലും തന്നെ ഉണർവുള്ളവനായി കാണാൻ തക്കവിധം ഒരുങ്ങിയിരിക്കുന്ന ജാഗരൂകനായ ഒരു ഭൃത്യനെ പോലെ ദൈവം ഏത് സമയം എൻ്റെ അടുക്കലേക്ക് വന്ന്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കരം പിടിച്ച് ഈ യാത്ര അവസാനിപ്പിച്ച് സ്വർഗീയ യാത്രയിലേക്ക് പോകാൻ തക്ക വിധമുള്ള ഒരു ജാഗരൂകത ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ആ ജാഗരൂകത എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ വിശുദ്ധരായി ജീവിക്കാനുള്ള ജാഗരൂകതയാണ്. രണ്ടാമതായി അമ്മ ത്രേസ്യ പറഞ്ഞ ഒരു കാര്യമാണ്. അമ്മ ത്രേസ്യ മരിച്ചത് 67-ാമത്തെ വയസ്സിലാണ്. സണ്ണിച്ചേട്ടൻ മരിക്കുന്നത് 69-ാമത്തെ വയസ്സിലാണ്. അമ്മ ത്രേസ്യ പറഞ്ഞു, നമ്മുടെ കർത്താവിന് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ, ഒത്തിരിയേറെ ശത്രുക്കളുണ്ട്. നമ്മൾ ഈ ദേവാലയത്തിൽ ഇരിക്കുന്നവരൊക്കെ ആരാണ്? ഈശോയുടെ സുഹൃത്തുക്കളാണ്, ഈശോയെ സ്നേഹിക്കുന്നവരാണ്. അമ്മ ത്രേസ്യ കൂട്ടിച്ചേർത്തു, അതുകൊണ്ട് ആ കുറച്ച് സുഹൃത്തുക്കൾ ശരിക്കും നല്ല സുഹൃത്തുക്കളെ പോലെ ജീവിക്കണമെന്ന്. And those few friends should be really good friends. ഈശോയ്ക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. ആ സുഹൃത്തുക്കൾ വളരെ നല്ല സുഹൃത്തുക്കളായി ജീവിക്കണം. വഞ്ചിക്കാത്ത, ചതിക്കാത്ത, പറ്റിക്കാത്ത, സ്വാർത്ഥതയില്ലാത്ത, ഈശോയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന സുഹൃത്തുക്കളായിരിക്കണം. പ്രിയപ്പെട്ടവരെ, സണ്ണിച്ചേട്ടൻ ഈശോയ്ക്ക് വെറും ഒരു സുഹൃത്തായിരുന്നില്ല, ഒരു വളരെ നല്ല സുഹൃത്തായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ സണ്ണിച്ചേട്ടന്റെ ജീവിതത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത്, ഈശോയുടെ നല്ല സുഹൃത്തായി, വെറും പേരിന് ഒരു ക്രിസ്ത്യാനിയായിട്ടല്ല, ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായി ഈശോയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് നമുക്ക് സണ്ണിച്ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെഴുതാനുള്ള ഒരു ജീവിത പാഠമാണ്. അങ്ങനെയാണ് നമ്മൾ മരിച്ചുപോയവരെ യഥാർത്ഥത്തിൽ ഓർമ്മിക്കേണ്ടത്. അങ്ങനെയാണ് ആ ജീവിതത്തെ പകർത്തിയെഴുതുക. മേഴ്സി ചേച്ചി കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാം, അച്ഛൻ വ്യാഴാഴ്ച പറഞ്ഞതുപോലെ ആവിലയിലുള്ള കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളും അച്ഛൻ്റെ വസ്ത്രങ്ങളുമൊക്കെ സണ്ണിച്ചേട്ടൻ എടുത്തുകൊണ്ട് വരികയും മേഴ്സി ചേച്ചിയും കുടുംബാംഗങ്ങളും അത് കഴുകി അലക്കി തേച്ച് വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ മേഴ്സി ചേച്ചി പറഞ്ഞത്, ഇനിയും ഇത് എനിക്ക് തുടരാനായിട്ട് ആഗ്രഹമുണ്ട് എന്നാണ്. ആ ജീവിതത്തിൻ്റെ നല്ല പ്രവൃത്തികളെ എനിക്ക് തുടരണം എന്ന് പറയുന്ന ആ ഒരു മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ ഈശോയുടെ നല്ല സുഹൃത്തുക്കളാക്കി മാറ്റുന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതാണ് നല്ല സുഹൃത്തായി ഈശോയ്ക്ക് വേണ്ടി സ്വാർത്ഥതയില്ലാതെ
സ്വന്തം കാര്യം നോക്കാതെ പത്രോസ്, പൗലോസ് ഒക്കെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതുപോലെ വഞ്ചിയും അതുപോലെ വലയും ഉപേക്ഷിച്ച്, പിതാവിനെ ഉപേക്ഷിച്ച് പത്രോസും അന്ത്രയോസും യോഹന്നാനും യാക്കോബും ഈശോയുടെ പിറകെ പോയതുപോലെ ഈശോയുടെ പിറകെ പോകാൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കളെ ഈശോയ്ക്ക് ഇനിയും ആവശ്യമുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. മൂന്നാമതായി സണ്ണിച്ചേട്ടൻ തുടങ്ങി വെച്ച ഈശോയുടെ ആ നല്ല സൗഹൃദം, അത് ബാഹ്യമായി വെളിപ്പെട്ടത് മറ്റുള്ളവരോടുള്ള കരുതലിലായിരുന്നു. ഓരോ കുടുംബത്തിനും പറയാനുണ്ട് തങ്ങളുടെ കുടുംബത്തിലേക്ക് സണ്ണിച്ചേട്ടൻ എങ്ങനെയാണ് സ്നേഹമായി ഇടപെട്ടതെന്ന്. രാത്രിയും പകലും നോക്കാതെ, സാമ്പത്തികമായ നഷ്ടങ്ങൾ നോക്കാതെ, രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിലും വീട് പണിയുന്ന കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും സണ്ണിച്ചേട്ടൻ ഇടപെട്ടതെന്ന്. മൂന്നാമത്തെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് അപരനോട് കൂടുതൽ കരുതലുള്ളവരായി ജീവിക്കുക എന്ന ഒരു സന്ദേശം ബാക്കി വെച്ചിട്ടാണ്, ഒരു വെളിച്ചം ബാക്കി വെച്ചിട്ടാണ് സണ്ണിച്ചേട്ടൻ പോകുന്നത്. ഈ തിരിയെ കെട്ടുപോയിട്ടുള്ളൂ, വെളിച്ചം ഇല്ലാതെ ആയിട്ടില്ല. തിരികെട്ടുപോയി എങ്കിലും വെളിച്ചമില്ലാതെ ആയിട്ടില്ല. വെളിച്ചം അവശേഷിപ്പിച്ചിട്ടാണ് സണ്ണിച്ചേട്ടൻ പോകുന്നതെന്ന് ഓർക്കാം. നമ്മളിപ്പോൾ പാടിയ പാട്ട്, ഉദ്ധിതനായ ഈശോയെ നിന്റെ ഉദ്ധാനത്തിൻ്റെ മഹിമയിൽ എന്നെ പങ്കുകാരനാക്കണമേ എന്ന പാട്ട് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഓരോരുത്തരുടെയും പാട്ടായി മാറണം. അച്ഛൻ ആ പാട്ട് എഴുതുന്നത് ഞങ്ങളുടെ അപ്പച്ചൻ ഫ്രാൻസനച്ഛൻ്റെയും അച്ഛൻ്റെയും അപ്പച്ചൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അപ്പച്ചൻ മരിച്ചതിന് ശേഷം അടക്ക് കഴിഞ്ഞ് വൈകുന്നേരം കുഴിമാടത്തിൽ തിരിതെളിച്ച് ദേവാലയത്തിലേക്ക് നടക്കുന്ന സമയത്ത് ഉള്ളിൽ ഈശോ തന്ന ഒരു ഗാനമാണ്, ഉദ്ധിതനായ ഈശോയെ നിന്റെ ഉദ്ധാനത്തിൽ എന്നെ പങ്കുകാരനാക്കണമേ. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന മനോഹരമായ ഏറ്റവും നല്ല പ്രാർത്ഥനകളിൽ ഒന്നാണ്, കർത്താവേ ഉദ്ധിതനായ ഈശോയെ നിന്റെ ഉദ്ധാനത്തിൽ എന്നെ പങ്കുകാരനാക്കണമേ എന്ന് പറയുന്ന ആ ഗാനം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉദ്ധിതനായ ഈശോയെ നിന്റെ ഉദ്ധാനത്തിൽ എന്നെ പങ്കുകാരനാക്കണമേ എന്നതാണ്. മരണമടഞ്ഞവരുടെ ആത്മാവിൻ്റെ പ്രാർത്ഥന അതാണ്, ഉദ്ധിതനായ ഈശോയെ നിന്റെ ഉദ്ധാനത്തിൽ എന്നെ പങ്കുകാരനാക്കണമേ. തുടർന്നുള്ള വരികൾ ഇങ്ങനെയാണ്, വരാനിരിക്കുന്ന മഹിമയോട് തുലനം ചെയ്യുമ്പോൾ ഈ യുഗത്തിലെ കഷ്ടതകൾ നിസാരങ്ങളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനമാണ്, എനിക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ തുലോം നിസാരങ്ങൾ എത്രേ എന്ന്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിസാരങ്ങളാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിസാരങ്ങളാണ്. അതാണ് ഈ യുഗത്തിന്റെ കഷ്ടതകൾ നിസാരങ്ങളാണ്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ. ഹല്ലേലൂയ. അമ്മ ത്രേസ്യയുടെ ഒരു പ്രാർത്ഥന പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അമ്മ ത്രേസ്യ പറഞ്ഞു, ഒന്നും നിന്നെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ. അച്ഛന് മേഴ്സി ചേച്ചിയോടും മക്കളോടും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത് അതാണ്, ഒന്നും നമ്മെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ, ഒന്നും നമ്മെ ആകുലപ്പെടുത്താതിരിക്കട്ടെ. എല്ലാം കടന്നുപോകും, എല്ലാം കടന്നുപോകും. മരണവും ജീവിതവും സങ്കടവും വേദനകളും ദുരിതങ്ങളും ഒക്കെ കടന്നുപോകും. പക്ഷേ ദൈവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അവിടത്തെ കണ്ടെത്തുന്നു. ദൈവം മാത്രം മതി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങൾ കടന്നു പോകും, ഈ ഭൂമിയിലുള്ള സങ്കടങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ, സങ്കടങ്ങൾ നമ്മെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ, ആകുലപ്പെടുത്താതിരിക്കട്ടെ. ദൈവം ഒരിക്കലും കടന്നു പോകുന്നില്ല, ദൈവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് അവിടുന്ന് പ്രത്യക്ഷനാകും. ദൈവത്തെ കാത്തിരിക്കുന്നവർ അവിടത്തെ കണ്ടെത്തും. ദൈവം മാത്രം മതി എന്ന മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പാട്ടിൽ പാടിയതുപോലെ യേശുവിനോടൊപ്പം മൃതരായാൽ യേശുവിനൊപ്പം ഉയർത്തിയിടുമേ, യേശുവിനൊപ്പം മഹിമയിൽ വാണിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, യേശുവിനോടൊപ്പം മരിക്കുന്നവർ യേശുവിനോടൊപ്പം ഉയർക്കുകയും യേശുവിനോടൊപ്പം മഹത്വത്തിൽ ജീവിക്കുകയും ചെയ്യും. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് യേശുവിനോടൊപ്പം മരിക്കുന്നവർ യേശുവിനോടൊപ്പം ഉയർക്കുകയും യേശുവിനോടൊപ്പം മഹത്വത്തിൽ ജീവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയം മേഴ്സി ചേച്ചിക്കും കുടുംബാംഗങ്ങൾക്കും നന്ദി പറയാൻ കൂടെ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. സണ്ണിച്ചേട്ടനെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി വിട്ടുകൊടുത്തതിന് അച്ഛൻ മേഴ്സി ചേച്ചിക്കും മക്കൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരു സമയത്തു പോലും സണ്ണിച്ചേട്ടൻ ദൂരെയായിരിക്കുന്നു എന്നതിനെ ഓർത്ത്, വീട്ടിലില്ല എന്നതിനെ ഓർത്ത് ഒരു പരിഭവം പറയുകയോ പരാതി പറയുകയോ ചെയ്യാതെ സണ്ണിച്ചേട്ടൻ്റെ ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത് അയച്ചിരുന്ന ആ ഒരു കുടുംബം, പ്രിയപ്പെട്ടവരെ, അത് തിരുക്കുടുംബം പോലെയാണ്. ഈശോയെ പരിശുദ്ധ അമ്മ പരസ്യ ജീവിതത്തിന് വേണ്ടി ഒരുക്കി യാത്രയാക്കിയതുപോലെ ഈ കുടുംബം സണ്ണിച്ചേട്ടനെ ഒരുക്കി യാത്രയാക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ തളരാതെ നിന്നതുപോലെ ആ കുരിശിന്റെ ചുവട്ടിലും കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് ശക്തിയായി കുരിശിന്റെ ചുവട്ടിൽ നിന്നതുപോലെ മേഴ്സി ചേച്ചിയും മക്കളും സണ്ണിച്ചേട്ടന്റെ കൂടെ നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം പ്രശംസ അർഹിക്കുന്ന, പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന, അതുപോലെ പ്രത്യേകം നന്ദി അർഹിക്കുന്ന വലിയ ഒരു മഹത്തായ ഒരു കാര്യമാണ് ആ കുടുംബം ചെയ്തുകൊണ്ടിരുന്നത്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കുടുംബത്തിന്റെ നഷ്ടം എന്ന ദൈവരാജ്യത്തിന്റെ ഈ ഭൂമിയിലുള്ള വാക്കുകളിൽ പറയുമ്പോൾ, ഈ ഭൂമിയിൽ നമുക്ക് നഷ്ടമാണെങ്കിലും സ്വർഗത്തിൽ നമുക്ക് നേട്ടമാണ്. സുപ്പീരിയർ അച്ഛൻ ആദ്യം പറഞ്ഞു, ഭൂമിയിൽ നമുക്ക് നഷ്ടമാണ്, പക്ഷേ സ്വർഗത്തിൽ നമുക്ക് നേട്ടമാണ്. നമുക്ക് ആ സ്വർഗത്തിലുള്ള നേട്ടത്തെ ഓർത്ത് ഭൂമിയിലുള്ള നഷ്ടത്തിന്റെ വേദനയെ മറികടക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. സ്വർഗത്തിലുള്ള വലിയ നേട്ടത്തെ ഓർത്ത് ഭൂമിയിലുള്ള ആ നഷ്ടത്തെ നമുക്ക് അതിജീവിക്കാം. അതുപോലെ കുടുംബാംഗങ്ങൾ വേദനിക്കുന്നത് പോലെ തന്നെ സണ്ണിച്ചേട്ടൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അങ്ങാടിക്കടവിലെ ആനപ്പന്തിയിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മനസ്സിലുള്ള വേദനകളും അത് വളരെ ആഴമുള്ള വേദനയാണ്. സാധാരണ രീതിയിൽ നാട്ടിലുള്ള ഒരു പരിചയക്കാരൻ മരണപ്പെട്ടു എന്ന ഒരു ചിന്തയല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. തങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമില്ലാതെയായതുപോലെ, അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ, കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരംഗം നഷ്ടപ്പെട്ടതുപോലെയാണ് ഇവിടെ ഇരിക്കുന്ന പലരുടെയും മനോവേദന എന്ന് പറയുന്നത്. സണ്ണിച്ചേട്ടൻ ആവിലയിൽ വരാൻ തുടങ്ങിയപ്പോൾ
അങ്ങാടിക്കടവിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, ഇപ്പൊ നമുക്ക് സണ്ണിച്ചേട്ടനെ അങ്ങാടിക്കടവിൽ കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു സങ്കടം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, ഞങ്ങൾക്കിപ്പോ സണ്ണിച്ചേട്ടനെ ഇവിടെ അങ്ങാടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കിട്ടാതിരിക്കുക, പക്ഷെ അവരും ഇതുപോലെ വിട്ടുകൊടുക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് സണ്ണിച്ചേട്ടന്റെ കൂടെ ഒരു സൈന്യം പോലെ, സണ്ണിച്ചേട്ടൻ ഒന്ന് ഫോൺ ചെയ്താൽ ഓടിയെത്തുന്ന ഒരു സൈന്യനിര പോലെ ഒരു 70-80 പേര് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനറിയാം, കോവിഡിന്റെ ഒക്കെ സമയത്ത് ആവിലയിലെ ഫ്ലോറിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കോവിഡും പരിഗണിക്കാതെ എല്ലാ 10-16 ദിവസങ്ങൾ ഓരോ ഞായറാഴ്ചയും ഓടിയെത്തുകയും ജോലി ചെയ്യുകയും, ഞായറാഴ്ചയും മറ്റു ദിവസങ്ങളിലുമൊക്കെ ആ വലിയൊരു സൈന്യം പോലെ വന്ന് ജോലിയെടുത്തതിൻ്റെ ഒക്കെ ഓർമ്മകൾ അച്ഛൻ്റെ മനസ്സിലുണ്ട്. അവർക്കൊക്കെ അച്ഛൻ്റെ ഈ സമയത്ത് നമുക്ക് ഈ ഭൂമിയിലുള്ള നഷ്ടം സ്വർഗത്തിലുള്ള നേട്ടമാണെന്നോർത്ത് ഈ വേദനയെ മറികടക്കാൻ നമുക്കിന്ന് ഈ 7ാം ചരമദിനം ആഘോഷിക്കുന്ന ഈ ദിവസം, ഈ ഓർമ്മയാചരണത്തിൻ്റെ ദിവസം, സങ്കടങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്ന ഒരു ദിവസമാണ്. അതൊരു ഉദ്ധാനത്തിൻ്റെ ദിനം കൂടെയാണ്. നമ്മുടെ മനസ്സ് ഉയർത്തെഴുന്നേൽക്കുകയാണ് പുതിയ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വലിയ നന്മകളിലേക്ക്. സണ്ണിച്ചേട്ടൻ തുടങ്ങി വെച്ച നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും നിർത്താതെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഞാൻ ചെയ്തവയും ചെയ്യും, അതിനേക്കാൾ വലുതും ചെയ്യും എന്നാണ് സണ്ണിച്ചേട്ടനെ നമ്മെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ചെയ്ത കാര്യങ്ങളെക്കാൾ വലിയ കാര്യങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കണ്ണുകളടക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മൾ ഈ സമയം കേട്ട വചനങ്ങൾ, ഈ ചെറിയ വചന ശുശ്രൂഷ നമ്മളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വചനം ഉദരത്തിൽ വചനം മാംസം ആയതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വചനം മാംസം ധരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരാജ്യ ശുശ്രൂഷകരായി തീരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ നല്ല സുഹൃത്തുക്കളായി, ഈശോയുടെ ഏറ്റവും അടുത്ത് ജീവിക്കുന്ന മനുഷ്യരായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയോടുകൂടെ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ പോലെ ജീവിക്കാൻ സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം വ്യയം ചെയ്യുന്ന ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ തന്നെ സമർപ്പിച്ചതുപോലെ, സണ്ണിച്ചേട്ടൻ തന്നെ ദൈവഹിതത്തിന് സമർപ്പിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.